മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുവനന്തപുരം ബാലരാമപുരത്താണ് സംഭവം. ജേക്കബ് അജി ദമ്പതികളുടെ ഏക മകനാണ് അജയ് ജേക്കബ്. സ്കൂളിൽ നിന്നും വന്ന ശേഷം കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് കുളിമുറിയിലേക്ക് കയറിയതായിരുന്നു. വൈകിട്ടും കാണാതായപ്പോൾ വാതിൽ തുറന്നു നോക്കിയപ്പോഴാണ് കുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. ബാലരാമപുരത്ത് സ്വകാര്യ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് അജയ്. വിവരങ്ങളുമായി അരുൺ മോഹൻ ചേരുന്നുണ്ട്. അരുൺ, ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്, ഏക മകനാണ്. ആ കുടുംബത്തിൻ്റെ ഒരു വേദന, വിഷമമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്താണ്, കാരണം ഒരു 15ാമത്തെ വയസ്സിൽ ഇതുപോലെ നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ ഇപ്പോൾ ആത്മഹത്യ ചെയ്യുന്ന നിരവധി വാർത്തകളൊക്കെ കേൾക്കാറുണ്ട്. ചെറിയ പ്രശ്നങ്ങളിലല്ല, അച്ഛനമ്മ വഴക്ക് പറഞ്ഞാൽ ഒക്കെ പോയി ജീവനെടുക്കുക, അതിൻ്റെ മനോവിഷമത്തിൽ ജീവനെടുക്കുന്ന സംഭവങ്ങളൊക്കെ. ഇതെന്താണ് സംഭവിച്ചത്? അജയ് ജേക്കബ് ജീവനെടുക്കാനുള്ള കാരണം എന്താണ് പോലീസ് നൽകുന്ന, നാട്ടുകാർ നൽകുന്ന വിവരം? തീർച്ചയായും വളരെ സങ്കടകരമായ ഒരു സംഭവം തന്നെയാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഇന്നലെ വൈകിട്ടായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടാവുന്നത്. ഈ പറയുന്ന ബാലരാമപുരത്തെ ഒരു സ്വകാര്യ സ്കൂളിലെ 10ാം ക്ലാസ്സുകാരനാണ് അജയ് ജേക്കബ് ദമ്പതികളുടെ ഏക മകനായ അജയ്. ഇന്നലെ സ്കൂൾ വിട്ടു വന്നതിന് ശേഷമായിരുന്നു ഇത്തരത്തിലൊരു കൃത്യം നടത്തിയത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മാതാപിതാക്കൾ തമ്മിൽ അകന്ന് താമസിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ജീവിച്ചു വരികയായിരുന്നു ഈ കുട്ടി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് ഈ കുട്ടിയെ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ കുട്ടി നാട് വിട്ടു പോയ ഒരു പശ്ചാത്തലവും ഉണ്ടായിരുന്നു. അന്ന് ബാലരാമപുരം പോലീസിൽ പരാതി നൽകി. ബാലരാമപുരം പോലീസ് വിഴിഞ്ഞത്ത് നിന്ന് ഈ കുട്ടിയെ കസ്റ്റഡിയിലെടുത്ത് വീട്ടുകാർക്ക് നൽകിയിരുന്നു. അമ്മൂമ്മ റാണിയോടൊപ്പമാണ് ഇയാൾ താമസിച്ചു വരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ഇയാൾക്ക് പല കൂട്ടുകെട്ടുകൾ, ഇയാൾക്ക് പ്രായത്തിൽ കവിഞ്ഞ ചില ബന്ധങ്ങളുള്ള കൂട്ടുകെട്ടുകൾ ഉള്ളതായും ഇതിൽ വീട്ടുകാർ ശാസിച്ചിരുന്നു, അധ്യാപകർ ശാസിച്ചിരുന്നു. ഇതൊക്കെ നിരവധി പ്രശ്നങ്ങൾക്ക്, ഇയാളുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾക്ക് കാരണമായെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് കുട്ടി ചെയ്തത്. കാരണം ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഇന്നലെ ക്ലാസ് വിട്ട് വന്നതിന് ശേഷം ഇത്തരത്തിലൊരു കൃത്യം ചെയ്യുകയായിരുന്നു. പതിവിൽ കഴിഞ്ഞ സമയത്തും ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരാത്തത് കൊണ്ട് അമ്മുമ്മ നോക്കിയപ്പോഴായിരുന്നു തൂങ്ങി നിൽക്കുന്ന നിലയിൽ കാണുന്നത്. തുടർന്ന് നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ആത്മഹത്യക്കുറിപ്പോ മറ്റോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ അരുൺ മോഹൻ? കാരണം ഇതിന് മുൻപ് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയതാണ്. അച്ഛനും അമ്മയും പിണങ്ങി കഴിയുകയാണ്, മറ്റു സഹോദരങ്ങളൊന്നുമില്ല. അതിൻ്റെ ഒരു മനോവിഷമം തന്നെ ആയിരിക്കുമോ ഈ 15-കാരനെ ജീവനൊടുക്കാൻ പ്രേരിപ്പിച്ചത്? ആത്മഹത്യാക്കുറിപ്പൊന്നും തന്നെ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബാലരാമപുരം പോലീസാണ് കേസന്വേഷണവും മറ്റു നടപടിയായി നിൽക്കുന്നത്. ആത്മഹത്യാക്കുറിപ്പ് തുടങ്ങിയ മറ്റു പരിശോധനകൾ, ഇദ്ദേഹത്തിന്റെ കുട്ടിക്കൊരു ഫോണുണ്ട്, ഫോണൊക്കെ പരിശോധിക്കുന്നുണ്ട്, പോലീസ് പരിശോധന വിധേയനാക്കുന്നുണ്ട്. പക്ഷേ മറ്റ് കാര്യങ്ങളിലേക്ക്, എന്താണ് ഇത്തരത്തിലൊരു കൃത്യം ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം എന്നുള്ളതിലേക്ക് ഇപ്പോഴും എത്താൻ കഴിഞ്ഞിട്ടില്ല. അത് വരും മണിക്കൂറിൽ നമുക്ക് എത്താൻ കഴിയുമെന്ന് തന്നെയാണ് പോലീസും മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം അദ്ദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ഇപ്പോൾ കുട്ടിയുടെ അമ്മ വിദേശത്താണ്, നേരത്തെ സൂചിപ്പിച്ചുള്ള വിദേശത്താണ്. വിദേശത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ നാളെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ ഒരു സാഹചര്യം കൂടെ ഉണ്ട്. അരുൺ മോഹനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. അരുൺ സൂചിപ്പിച്ചതുപോലെ ഈ അച്ഛനും അമ്മയും തമ്മിൽ വേർപിരിഞ്ഞ് കഴിയുകയായിരുന്നു. അതിൻ്റെ ഒരു മനോവിഷമം ഈ അജയ്ക്കുണ്ടായിരുന്നു. നമ്മൾ ഓർക്കുക, ഈ മാതാപിതാക്കൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, കുടുംബ പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കുഞ്ഞു മക്കളെയാണ്. കാരണം ഇതിനിടയിൽപ്പെട്ട് അല്ലെങ്കിൽ കോടതി നടപടികളിൽപ്പെട്ടൊക്കെ ഇവരുടെ ജീവിതം തന്നെ വലിയ മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങളുണ്ടാകാം. പല രീതിയിലുള്ള പ്രശ്നങ്ങളായിരിക്കാം ഇവരുടെ ജീവിതത്തെ അലട്ടുന്നത്. ഒരുപക്ഷെ ക്രിമിനൽ പശ്ചാത്തലത്തിലേക്ക് പോകാം, അതല്ലെങ്കിൽ ഈ രീതിയിൽ നിരാശയിലേക്ക് പോകാം, ജീവിതം തന്നെ അവസാനിപ്പിക്കാം എന്ന ചിന്ത വരാം. ഓർക്ക് ഇവിടെ പലപ്പോഴും ഈ കുഞ്ഞുങ്ങളെങ്കിലും ഓർത്ത് മാതാപിതാക്കൾ, ദമ്പതികൾ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ് വേണ്ടത്.